ഹലോ, എവിടാ? എടാ ഞാൻ ഇവിടെ അങ്ങാടിയിലുണ്ടടാ. ആ, നീ വരുന്നില്ല ഇങ്ങോട്ട്? എന്താടാ പരിപാടി? എന്താ? എടാ, നമ്മുടെ സജീനൊരു പെണ്ണ് സെറ്റായില്ലേ? ആ, അവള് നൈസായിട്ട് തേച്ച്. ആ, ഇവനെവിടുന്നോ കുറെ കടം മേടിച്ച് 2 കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ബ്രേക്കപ്പ് പാർട്ടി ആഘോഷിക്കാൻ. പോരുന്നുണ്ട് ജി? ആ, ഞാൻ നോക്കട്ടെ. അല്ല, അവൻ ഓക്കെയാണോ? സെറ്റാണോ? കരഞ്ഞ അലമ്പാണോടേ? ആര്? നമ്മുടെ സജയോ? എടാ, നമ്മുടെ പുലിക്കുട്ടിയല്ലേ? ആ പുലിയല്ലടാ അവിടെ എലി പോലെ കരയണേ. ഒരു മിനിറ്റ്. ഇവനത് എന്താണ് നായ മെല്ലടിക്ക്? കരള് ഓടിപ്പോവും. ഞാനൊരു മൊണ്ണയാന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടടാ? ഏയ്, ഇല്ലല്ല. ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? നമ്മക്ക് കഴിവ് കൂടിപ്പോന്റെ പ്രശ്നങ്ങളിയാ, കുറഞ്ഞതിനൊന്നുമില്ല. പിന്നെ എന്തിനാണ് അവളെ ഇട്ടിട്ട് പോയത്? തപസ്സിരുന്നാ കിട്ടും അളിയന്റെ പോലത്തെ ഒരു സുന്ദരനെ. ഓ എടാ, ഒരു കടലിൽ കുറെ മീനുകളുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ട നല്ല ആഴത്തിൽ നീന്തി കിടക്കുന്ന സ്രാവിനും തിമിംഗലത്തിനാണ്. നീ അടുത്തന്നെ വീശണ്ട വീശടാ. കിട്ടാതിരിക്കോ? ഏത് ആന്ന് ചുമ്മാ ഒരു പെണ്ണ് വെച്ച് കിടന്ന് കരയ. അയ്യേ, ആരെ പറയണേ? പിന്നെ ഇട്ടിട്ട് പോയ കൊച്ചിന്റെ പേരെന്തായിരുന്നടി? അദൃഷ്ടലക്ഷ്മി. പുല്ല് ലക്ഷ്മി. എന്തായിരുന്നു ഇവിടുത്തെ പ്രകടനം? അവൾ തന്നെ ഇട്ടിട്ട് പോയപ്പോ ഇവിടെ പാമ്പെഴുന്ന പോലെ ഇവിടെ കിടന്ന് എഴുതില്ലായിരുന്നു. അതൊന്നും ആരും ഇവിടെ മറന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചാൾ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ശീലായിക്കോളും. ഓക്കേ. നീ വലിച്ചു. അത് ഞാൻ റീല് കണ്ടായിരുന്നു. കണ്ടപ്പോ സിഗരറ്റ് വലിച്ച കുട്ടികളുണ്ടാവില്ല. പിന്നെ അല്ലടാ, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനായിട്ട് നിന്റെ പാരമ്പര്യപരമ്പര തർക്കണില്ല. പാരമ്പര്യ ടിപ്പു സുൽത്താനാണോ താങ്കൾ? ചുമ്മാ വീട്ടിലാണോ? ഒറ്റയ്ക്കോ? ബാറ്ററി ലോയാണേ, ഞാൻ കുത്തിയിട്ട് വിളിക്കാവേ. ചാർജർ ഉണ്ടാ? അല്ലെങ്കിൽ എൻ്റെ ചാർജർ തീർന്നിരിക്കുകയാണ്. അതിൻ്റെ അടക്കണം എൻ്റെ കോപ്പിലെ ചാർജർ. പോയപ്പോഴത്തെ നോക്കണ കൂടെ. ഡേയ്, ഫോൺ കുത്തിയൊക്കെ ഇട്ട് വിളിച്ച ഫോൺ പൊട്ടിത്തെറിക്കുന്ന പറയാറ്. ഓ, എന്നാ എൻ്റെ മോളിസിനെ സഹിച്ച്. അളിയനാളിൻ്റെ കഥ പറ. നിങ്ങളെങ്ങനെ പരിചയപ്പെട്ട്? എവിടെ വെച്ച് കണ്ടുമുട്ടി? എത്ര വർഷം പ്രേമിച്ചു? വർഷം 2 മാസം. 2 മാസോ? അയ്യേ, എന്തായാലും 2 മാസം ഒന്നും ആരും പ്രേമിക്കൂലേ? ഞാനവളെ പരിചയപ്പെട്ട് ഇൻസ്റ്റ ചെയ്യാൻ. ആദ്യം അവൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച്, പിന്നെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടൊരു കൊച്ചൊക്കെ നമ്മുടെ അടുത്തൊന്ന് ഇഷ്ടം പറയണേ. ഞാൻ അങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു. വീണു അതടി. ഇൻസ്റ്റ വഴിയാണോ ഐഡി ഉണ്ടോടെ? തനിക്ക് ഐഡിയും കൂടെ കിട്ടിയിട്ട് വേണം ലോകത്തിലുള്ള എല്ലാ പെമ്പിള്ളേരെയും ഫോളോ ചെയ്യുന്ന പറഞ്ഞുള്ള ഗിന്നസ് റെക്കോർഡ് മേടിച്ച് വിടങ്ങ് തൂക്കാൻ. മാവനെ അടിച്ചാണ്ടല്ലോ. പോയെങ്കിൽ അല്ല, അപ്പൊ പൈസ പോയ കാര്യം? അത് ഞാൻ ചുമ്മാ അവളുടെ അടുത്ത് നൈറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന്? അവൾ പറഞ്ഞു മുട്ട പപ്സ്. എന്താ മുട്ട പപ്സ്? പക്ഷെ അത് അവൾ കഴിക്കാനുള്ള പൈസ ഇല്ല, പാവം. അങ്ങനെ ഞാൻ ഒരാഴ്ചയിൽ
100 വെച്ച് അയച്ചു കൊടുക്കും. അവൾക്ക് മുട്ട പപ്സ് ഇല്ല. അങ്ങനെ അവൾ മുട്ട പപ്സ് തിന്ന് 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 ആ പപ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടയുടെ എൻ്റെ ബാങ്ക് ബാലൻസ്. ലാസ്റ്റ് പെണ്ണുമില്ല, പൈസയില്ല, പപ്സും ഇല്ല. വലിയ പണ്ടൻ. പിന്നെ ഇതിലും വലുതെന്തോ വരാനിരുന്നാണ്. ഇന്നോർത്ത് സമാധാനിച്ചാ മതി. ഇജ്ജെന്തെങ്കിലും ഈ കാട്ടണേ ഷഡിൻ്റെ ഉള്ളിൽ ID കാർഡ് കുത്തിയിടാം. ഇതാകുമ്പോൾ ഒരാൾ ഷെഡ് ഇടാൻ നേരത്തെ എടുത്ത് ഇട്ടാ പോരെ, മറക്കൂല. വെറുതെ എന്തിനാ ഈ കോളേജുകാർക്ക് ഫൈൻ അടയ്ക്കാനായിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കണേ? ഫൈനിന്റെ പൈസ ഉണ്ടെങ്കിൽ നല്ല ഷെഡ് അടിക്കാം. അമ്മേ ജീനിയസ് കൊച്ചു കയറി അരടവളോ ഇങ്ങനെ കുത്തി വെച്ചേ. എൻ്റെ വാപ്പ നല്ലോണം വന്നായിരുന്നു. ഇന്നാണ് ലോകം മാത്രം. കുട്ടികളുണ്ടാവില്ല കേട്ടോ. ഒന്ന് പോയാടാ അവിടെ നിന്ന്. ആർക്കോയി എന്നിട്ട് ഒരു തോക്ക് കാണുവാൻ കാത്തിരുന്നവൾ വിഴിയകന്നു പോയോ. ഞാനന്ന് കണ്ടായിരുന്നു നിന്നെ. എനിക്കിഷ്ടായിരുന്നു. മോനെ എന്താ ഈ കിന്നാരം പഠിച്ചിട്ട് കൊഞ്ചിക്കോലൊക്കെ വെറുതെ എടുക്കും. ഇവളെന്തായാലും നിന്നെ തേക്കും. അതിനുമ്പൊരു കാര്യം ചെയ്യും, അവളെന്നെ തേച്ചാണ്. അതായിരിക്കും അവളെക്കാട്ടും കൊടുത്ത് നിനക്ക് നല്ലത്. പോടാ അവിടുന്ന്. നീ പറഞ്ഞു അല്ല അല്ല എന്നാടാ ഇവള് നിന്റെ ഇന്ന് കാശുവെല്ലാം ചോദിക്കാറുണ്ടോ? വല്ലപ്പോഴൊക്കെ മേടിക്കാറുണ്ട്. ഇവള് സീന ആടാ ഇവിടെ സീനടാ. നല്ലൊരു സോട. അതല്ലടാ മുന്നേ ഇവള് നിന്നെ പറ്റിക്കാന്ന്. എന്റെ പൂക്കനെ കുറിച്ച് ഞാൻ ആവശ്യം പറഞ്ഞല്ലോ, കൂത്തും പന്നി. അങ്ങനെ തന്നെ. നീ അങ്ങനെ വലിക്കണ്ടോളെ. അല്ലിയാ ഇപ്പൊ പിള്ളേർക്കുണ്ടല്ലോ പുറമേ കാണുന്ന സൗന്ദര്യമുള്ളൂ, അകത്തൊന്നും ഉണ്ടാവില്ല. ഒക്കെ വെറുതെയാണ്. യുവതികളൊക്കെ നമ്മൾ ആദ്യം കുറച്ച് സ്നേഹിക്കും. അവർ പറയുന്നൊക്കെ മേടിച്ചും കൊടുക്കും. എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് നമ്മൾ ഇട്ടിട്ടും പോകും. ഭയങ്കര ഭയങ്കര ശോകാവസ്ഥയാണ്. ട്രൂ. അങ്ങനെ ഒരു ഭീകരമായ ശോകാവസ്ഥ ഇവിടെ ഈ വീട്ടിൽ വെച്ചുണ്ടായിട്ടുണ്ട്. എന്ത് ശോകാവസ്ഥ? ഇനി നിന്റെ കൂടെ തള്ളു കേട്ട് കരയാൻ എനിക്ക് വയ്യ. സോ പ്ലീസ്. ഞാനൊരു കാര്യം പറയുമ്പോൾ കൊണക്കാക്കരുതരാ. ഇവനങ്ങനെ പലതും പറയാം. നീ പറയലയാ. നിങ്ങളായിരിക്കും അത്രേ ഉള്ളൂ. നമ്മളില്ലേ. അതായത് നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതിന് മുമ്പ് ഒരു ബംഗാളി ഇവിടെ താമസിച്ചോണ്ടിരുന്നു. പുള്ളി നമ്മുടെ കോളേജിൽ അല്ലറ ചില്ലറ പണിക്ക് വേണ്ടിയൊക്കെ വന്നതാണ്. പണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സുമയെ ഈ ബംഗാളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ബംഗാളി സുമ പ്രണയം. സംഭവം നടക്കുന്നത് 2015-ലാണ്. യാദൃശ്ചികമായിട്ടാണ് ബംഗാളി സുമയെ കാണുന്നത്. അങ്ങോട്ട് മാറിക്കടാ. ഹലോ ഹലോ ഏയ് ഹലോ. ഏയ്
ഓക്കെ ആണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? എന്നാ കഴിച്ചോ? കഴിച്ചോ? സുമേ ടൈമായി വാ. ആ ഒരിക്കലും സുമയോട് ബംഗാളിക്ക് തോന്നിയത് ഫസ്റ്റ് സൈറ്റ് ഫസ്റ്റ് ലവ് അല്ല. സുമ കൊടുത്ത ഈ സ്നേഹത്തിൽ നിന്നാണ് ബംഗാളിയുടെ പ്രണയം തുടങ്ങുന്നത്. സുമ കൊടുത്ത ടിഫിൻ ബോക്സ് തിരിച്ചു കൊടുക്കാനായി വീണ്ടും സുമയെ കാണാൻ പോകുന്നു. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഹാ. നിന്റെ ബർത്ത്ഡേ ആണ്, എന്നാ ചോക്ലേറ്റ്. അങ്ങനെ ബംഗാളിക്ക് സുമയോടുള്ള ഇഷ്ടം പയ്യെ പയ്യെ കൂടിക്കൂടി വരുന്നു. സുമ കോളേജിലേക്ക് വരുന്ന വഴിയും പോകുന്ന വഴിയും പിന്നാലെ ബംഗാളി ഉണ്ടായിരുന്നു. സുമയോടുള്ള ഇഷ്ടം എങ്ങനെയെങ്കിലും പറയണമെന്ന് ബംഗാളി തീരുമാനിക്കുന്നു. പക്ഷെ ബംഗാളി അവിടെ കണ്ട കാഴ്ച അത് വേറൊന്നായിരുന്നു. അടുത്ത ദിവസം ഇതേ കാഴ്ച തന്നെ വീണ്ടും കാണുന്നു. പക്ഷെ അവിടെ നടന്നത് എന്താടാ കൈവിട്ടറോ ഉള്ള ജാരണമായ ഓളുടെ കൈ പിടിക്കാൻ ആരുടെ അത്? എടാ അവനാടാ ഇവന്മാരുടെ ടീമിലെ മെയിൻ ലീഡർ. ഇവന്മാരെല്ലാരും കൂടി ആ പാവം ബംഗാളിനെ ചവിട്ടി ചതച്ച്
മാനേജ്മെന്റ് ആണെങ്കിൽ അറിഞ്ഞിട്ട് പാവം ബംഗാളിയുടെ ജോലി കളഞ്ഞു. ശ്ശേ. ഊഹ്. എന്നിട്ട് പുള്ളിയാകെ സാഡായി ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ കയറുന്നു. കുറെ കരഞ്ഞു പാവം. ലാസ്റ്റ് വലിയൊരു കയറെടുത്ത് ഈ ഫാൻ്റെ മണ്ടയിലിട്ട് അങ്ങനെ തൂക്കി അതിനൊരു കുരുക്ക് ഇട്ട് പുള്ളി ആ കുരുക്കിനകത്ത് പുള്ളിയുടെ തലയിട്ട് പെട്ടഞ്ഞ് 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 ചത്ത്. പാവം. പുള്ളിയെന്ന് വിളിച്ച മൂത്രത്തിന് മണിപ്പുറം മാറിയിട്ടില്ലടാ. അതെങ്ങനാടാ മണം പോണേ? ഇവിടൊക്കെ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കാൻ ഞാൻ നിങ്ങളോടൊക്കെ പറയാറില്ലേ? ആ? ട്യൂബ് മണ്ണ. എടാ പട്ടി ചട്ട തെണ്ടി നാറി പുല്ലേ, മനസ്സമാധാനമായിട്ട് വെള്ളം അടിച്ച് രാത്രി ബോധം കെട്ടെന്ന് ഉറങ്ങാന്ന് വിചാരിച്ച എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ലോ ടോമിനെ. പൈസ തോർത്ത് ഞാനങ്ങനെ കിടന്നുറങ്ങണം ഇവിടെ. അല്ലേ കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. കെയർഫുള് എന്താണ്? വല്ല പൂച്ച വല്ലായിരിക്കും. ഹലോ അമ്മി. ഇല്ലല്ലോ. അയ്യോ വരുന്നുണ്ട്. ചോറിനോളേക്കില്ലോട്ടോ. പറ. ആ ഞാൻ പോയി. ഓക്കെ. ഇജ്ജ് പേടിച്ചോ? ഓഹ് താമിനെ പേടിച്ചില്ലല്ലോ. എനിക്ക് പ്രായങ്ങളൊക്കെ പണ്ടേ പേടിയാ. ഞാനത് സമ്മതിച്ചു തരും. പണ്ട് പറ്റാളൊക്കെ ഞാൻ സ്വപ്നം കണ്ട് പേടിച്ച് മുള്ളിയിരുന്നു. ഇവിടെ ഞാൻ ചിലപ്പോൾ മുള്ളും. അത് വേണോ? ആ അതാ നല്ലത്. നീ ആ സ്റ്റാൻഡ് എവിടെയാണോ പോണേ? ആ അന്നൊക്കെ ഞാനും വരുന്നു. വാങ്ങി. നീയും പ്രേത്തെ കണ്ട മുള്ളുന്ന ടൈപ്പാണോടി? അളിയാ ബംഗാളി ഏതെങ്കിലും ഹിന്ദിക്കാരനായിരിക്കും. നിനക്കാണ് ഹിന്ദി അത്ര പിടുത്തമില്ല. പുള്ളിക്കാരൻ ചെയ്യേണ്ടത് ചെയ്തങ്ങ് പൊക്കോളുന്ന്. അങ്ങനെ നീ ആപ്പി പുള്ളിക്കാരനാപ്പി. അവിടുന്ന് അപ്പൊ നിങ്ങളെല്ലാം ചില്ലേട്ടാ, ഞാൻ പോണേണ്. എല്ലേലും ഒരു മരണം നടന്ന ഇവിടെ നിക്കാൻ പാടില്ലെന്ന്. എടാ പോലടാ. നാളെ കാണാൻ മോനെ ജീവനോടെ ഉണ്ടെങ്കി. എന്ത് എന്താടാ നീ ഇപ്പൊ പറഞ്ഞതാ? എല്ലാം വരെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ? എനിക്കറിയാം. ഞാൻ വേറെ കള്ളം പറയും. അത് വെള്ളമടിക്കും മുന്നേ. വെള്ളമടിച്ചു കഴിഞ്ഞാൽ സത്യം മാത്രം തുപ്പാറു. പിന്നെ മോനെ സജയേ, ഇവിടെ എന്തൊക്കെയോ ആരൊക്കെയോ ഉണ്ടടാ. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. പേടിപ്പിച്ചത് മതിയില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങണം. നല്ല ക്ഷീണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും പേടിയില്ലല്ലോ. അടിക്കട്ടെ കോപ്പ്. പേടിത്തൊണ്ട.
അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദൈവമേ എന്നെ മാത്രം കാത്തോളണേ. ഒരു വട്ടം കൂടെ അവൾക്ക് മെസ്സേജ് അയച്ചു നോക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കനവിലെ കളിയിലേ പിണങ്ങാൻ എന്താണ് 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 ഇതിലവളി ഉറപ്പാ. ഓ നീ എന്തിനാ വെറുപ്പിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടേ? ഒന്ന് പോയി തരുമോ നീ? ഓ എടി 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 എൻ്റെ പൈസ കൊണ്ട് കുറേ മുട്ടപ്പപ്സ് മേടിച്ചിരുന്നില്ലേ എടി? മാനത്തി ഒട്ടയ്ക്ക് ഒരു മുട്ടപ്പപ്സിൻ്റെ കാശെങ്കിലും ഇങ്ങോട്ട് അയച്ചാട്ടടി പുല്ലേ. നാളമില്ലാത്തവള് അപരാധം. നോക്കൂ. അല്ലേലും പൈസേൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ. എടാ നിനക്ക് കിട്ടിയൊന്നും മതി. ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി കിടക്കടാ. ലൈറ്റിലൊക്കെ താരോഫായി കൂടെ വെറുതെ മനുഷ്യന് ബുദ്ധിമുട്ടിപ്പിക്കാൻ. അതെങ്ങനെ കൊള്ളല്ലോ, നല്ല അനുസരണ ലൈറ്റ് എനിക്കിഷ്ടായി.